ഫിസിക്സിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീൻസ്റ്റഡ് ബ്രിഡ്ജ് ആണ്. ജി എന്നത് ഒരു ഗാൽവനോമീറ്ററും. ഗാൽവനോമീറ്ററിലെ കറണ്ട് എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്കറിയാം വീൻസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഓർപ്പിക്കാനായിട്ട് ഗോതമ്പ് കല്ല് പാലം എന്ന് ഓർത്തിരിക്കാം കേട്ടോ. ഗോതമ്പ് കല്ല് പാലം, വീൻസ്റ്റോൺ ബ്രിഡ്ജ്. ഇതിൽ രണ്ട് പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുമാണ് എന്ത്? ഈ ഒരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് R1, ഇത് R2, ഇത് R3, ഇത് R4. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? R1ഉം R2ഉം ആണ്. അപ്പൊ അവരുടെ റേഷ്യോ എടുക്കുക. R1/R2 എത്രയാണ്? 3/6 ആണ്. എത്രയാണ്? 1/2 ആണ്. ഈ ഒരു പോയിന്റിൽ നിന്നുള്ള റെസിസ്റ്റൻസിന്റെ റേഷ്യോ എടുക്കുക. എത്രയാണ്? R3/R4 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് കിട്ടും 2/4 ആണ്. എത്രയാണ്? 1/2 ആണ്. അതായത് നമുക്ക് കിട്ടിയത് R1/R2 എന്ന് പറയുന്നത് R3/R4 ആണെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യത്തില്ല? നെറ്റായിട്ട് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ 0 ആംപിയർ ആണ് എന്ന് പറയുന്നത് ഉത്തരം. 0 ആംപിയർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, 50 ഓം, 100 ഓം, 200 ഓം വീതം പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക എന്നതാണ്. അപ്പൊ 200 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ എന്ന് പറയുന്നത്. 100 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. അതായത് ഇവിടെ എന്താണ്? ആ ഒരു പ്രതിരോധവും പവറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പവർ എന്ന് പറയുന്നത് V²/R ആണ്. പവർ എന്ന് പറയുന്നത് V²/R ആണ്. അതായത് പവർ കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധം കുറയും. അതായത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ആൾക്കാരിക്കണം എന്ത്? കൂടുതൽ പവർ ഉള്ളത്. അതായത് ആരാണ്? 50 ഓം ആണ്. 50 ഓമിനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ പവർ വേണ്ടത്. ആ ബൾബായിരിക്കണം കൂടുതൽ കത്തേണ്ടത്. ഇതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം. ചോദ്യമാണ്, +2.5 ഡയോപ്റ്റർ പവറുള്ള ഒരു ലെൻസിന് മുന്നിൽ 50 സെന്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം മാഗ്നിഫിക്കേഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? നിങ്ങൾക്കറിയാം, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എം എന്ന് പറയുന്നത് എന്താണ്? V/U ആണ്. എം. അപ്പൊ നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചറിയാം. എന്താണ്? നമുക്കൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് അല്ലെ, ഒരു വസ്തു വെച്ചിട്ടുണ്ട്. എത്ര ദൂരത്തിലാണത്? 50 സെന്റിമീറ്റർ ദൂരത്തിലാണ്. അതൊരു കോൺകേവ് ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും ഒരു വസ്തു വെച്ചിരിക്കുന്ന ദൂരം എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം കേട്ടോ. ആ ലെൻസിന്റെ ഇടത്തെ വശത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ്? +2.5 ഡയോപ്റ്റർ ആണ്. പവർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കൽ നീളം കണ്ടുപിടിക്കാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? 1/പവർ ആണ്. അപ്പൊ എത്ര കിട്ടി? 1/2.5 എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾക്ക് കിട്ടുന്നത് 0.4 മീറ്റർ ആണ്. അതിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എഫ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം 1/f എന്ന് പറയുന്നത് എന്താണ്? 1/v - 1/u ആണ്. അപ്പൊ 1/40 എന്ന് പറയുന്നത് 1/v. v നമുക്ക് കണ്ടുപിടിക്കണം. -1/u എത്രയാണ്? -50 ആണ്. അപ്പൊ മൈനസ് മൈനസ് എത്ര ആയിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. +50 വരും. ഇവിടെ നമ്മൾ 1/v കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/40 - 1/50 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 - 40 ഡിവൈഡഡ് ബൈ 50 × 40. അപ്പൊ എത്ര കിട്ടും? 1/200 എന്ന്. അപ്പൊ 1/v 1/200 ആണെങ്കിൽ v എത്രയാണെന്ന് കിട്ടി? നിങ്ങൾക്ക് 200 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എം എത്ര കിട്ടും? 200 ഡിവൈഡഡ് ബൈ u എത്രയാണ്? -50 ആണ്. എത്ര കിട്ടി? -4 ആണ്. പക്ഷെ എ ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. കറക്റ്റ് ആണ്. ഇതിൽ ആകെ 7 പെലോഡുകളാണ് ഉള്ളത്. 4 റിമോട്ട് സെൻസിങ്ങിനും 3 ഇൻസൈറ്റും നിരീക്ഷണത്തിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ ഇതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പഠനം നടത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ 3 ഓപ്ഷനും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. വ്യത്യസ്ത ഛേദതലത്തോടു കൂടിയ 2 സിറിഞ്ചുകൾ. അപ്പൊ നമുക്ക് 2 സിറിഞ്ച് തന്നിട്ടുണ്ട്. 2 സിറിഞ്ചുകളുണ്ട്. സൂചി ഇല്ലാത്തവയാണ്. വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിന്റെയും വലിയ പിസ്റ്റണിന്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെന്റിമീറ്റർ 10 സെന്റിമീറ്ററുമാണ്. അതായത് അവരുടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, വ്യാസം തന്നിട്ടുണ്ട്. അപ്പൊ ചെറുതിനെ എനിക്ക് സ്മാൾ എന്ന് എടുക്കാമല്ലോ. DS എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആണ് വ്യാസം. ലാർജിന്റെ വ്യാസം എത്രയാണ്? വലുതിന്റെ DL എന്ന് കൊടുത്തു എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം വ്യാസം 2 ആണെങ്കിൽ അതിന്റെ ആരം എത്രയാണ്?
1 സെന്റിമീറ്റർ ആണ്. റേഡിയസിന് ഞാൻ 6 എന്ന് കൊടുത്തു കേട്ടോ, 6. ലാർജിന്റെ എത്രയാണ് അപ്പം 5 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ചെറിയ പിസ്റ്റണ് 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ, അതായത് ന്യൂട്ടൺ ഫോഴ്സ് ആണ് അല്ലെ, എഫ് എസ് എത്രയാണ് 1 ന്യൂട്ടൺ ആണ്. നമുക്ക് ലാർജ് പിസ്റ്റന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്, എഫ് എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കാം എന്ത്, F1/F2 എന്ന് പറയുന്നത് എന്താണ്, A1/A2 ആണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താണ്, വിസ്തീർണമാണ്. അപ്പൊ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്, വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് πr². എ എന്ന് പറയുന്നത് എന്താണ്, πr² ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ പിസ്റ്റന്റെ വിസ്തീർണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എ സ്മാൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, π ഇൻറ്റു ആർ എത്രയാണ്, ആറ് 1 ആണ് അല്ലെ, RS 1 ആണ്. അപ്പൊ RS എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ ആണ്, എത്രയാണ്, π ആണ് എന്നത്. ഇനി എ ലാർജ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, π ഇൻറ്റു 6L² എടുക്കണം അല്ലെ. π ഇൻറ്റു 6L² എടുക്കുമ്പോൾ എത്ര, π ഇൻറ്റു 5ന്റെ സ്ക്വയർ 25 ആണ്. അതായത് നിങ്ങൾക്ക് എ സ്മാൾ ബൈ എ ലാർജ് എന്ന് പറയുന്ന എത്ര കിട്ടി, π ഡിവൈഡഡ് ബൈ 25 π എന്ന് കിട്ടി. പൈയും പൈയും വെട്ടിപ്പോകുമ്പോൾ എത്ര വരും, 1/25 എന്ന് വരും. ഇനി എഫ് എസ് നിങ്ങൾക്ക് അറിയാം എത്രയാണ്, 1 ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് FS/FL എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, AS/AL ആയിരിക്കണം. അതിൽ FS തന്നിട്ടുണ്ട് 1/FL കണ്ടുപിടിക്കണം. AS/AL നമുക്ക് ഇപ്പൊ എത്ര കിട്ടി, 1/25 എന്ന് കിട്ടി അല്ലെ. 1/25. അപ്പൊ FL എത്ര ആയിരിക്കണം, 25 ന്യൂട്ടൺ ആയിരിക്കണം FL. അപ്പൊ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഒരു ആദർശ വാതകത്തിലൂടെ ശബ്ദത്തിന്റെ വേഗത തന്നിട്ടുണ്ട്, എത്രയാണ്, V എന്ന് പറയുന്നത് √Γ P/ρ ആണ്. E എന്താണ്, മർദ്ദമാണ്. റോ എന്താണ്, ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ എന്താണ്, സാന്ദ്രതയാണ്. അങ്ങനെയാണെങ്കിൽ ഗാമ എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഗാമ എന്ന് പറയുന്നത് എന്താണ്, CP/CV ആണ്. CP/CV വരുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിന്റെ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. കറക്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അതായത് നമുക്ക് രണ്ടൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരു വേറൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ അതിലൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയും ആ ഒരു എൻഡ് പോയിന്റിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു സംരക്ഷിത ബലം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, ആശ്രയിക്കത്തുള്ളൂ. ആ ഒരു പാത്തിനെ എന്ത് ചെയ്യത്തില്ല, ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓപ്ഷൻ എ എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി, അതേപോലെ ആങ്സ്ട്രോം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്, കറക്റ്റ് ആണ്. അപ്പൊ അത് എന്താണ്, കറക്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി എന്ന് പറയുന്നത്. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതവാതകം ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മോൾസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്, നിക്കലാണ് കേട്ടോ. നിക്കലാണ്. അതിന്റെ റിഫൈനിങ്ങിനാണ് നമ്മൾ മോൾസ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മോൾസ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് നിക്കൽ റിഫൈനിങ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്, റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി അല്ലെ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. നിക്കാഡ് സെൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ നിക്കൽ കാഡ്മിയം സെൽ എന്ന് വിളിക്കും. ഇത് എന്താണ്, റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയാണ്. മെർക്കുറി സെല്ല് നമ്മുടെ കാൽക്കുലേറ്റേഴ്സിലും വാച്ചിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ബട്ടൺ ഷേപ്പിലുള്ള ബാറ്ററി ആണത് മെർക്കുറി സെൽ. ഇവരെ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ലിഥിയം അയോൺ ബാറ്ററി നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് അല്ലെ, റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്, ഏതാണ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹെൻറീസ് നിയമമാണ്. ഹെൻറീസ് നിയമമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക എന്നുള്ളതാണ്. നമുക്കറിയാം 1 മോൾ ഹൈഡ്രജന്റെ വോളിയം എത്രയാണ്, 22.4 ലിറ്റർ ആണ് STPയിൽ. അങ്ങനെയാണെങ്കിൽ 2 മോളിന് എത്രയാണ്, 2 ഇൻറ്റു 22.4 ലിറ്റർ ആണ്. എത്രയാണ്, 44.8 ലിറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്. മീഥേൻ ഒക്ടറ്റ് നിയമം പാലിക്കുന്നതാണ്. ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് പാലിക്കത്തില്ല. വാട്ടർ പാലിക്കും. കാർബൺ ഡൈ ഓക്സൈഡും പാലിക്കും. ഓപ്ഷൻ ബി ആണ്. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാൽക്കജൻസ് അല്ല കേട്ടോ, അത് ചാൾക്കോജൻസ് എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത് കേട്ടോ. ചാൾക്കോജൻസ് എന്നാണ്. അത് ഗ്രൂപ്പ് 16 ഓക്സിജൻ കുടുംബമാണ് എന്തെന്ന് പറയുന്നത്, ചാൾക്കോജൻസ് എന്ന് പറയുന്നത്. 15 എന്താണ്, നൈട്രജൻ കുടുംബമാണ്. 17 എന്താണ്, ഹാലജൻസ് ആണ്. 17 ആണ് ഹാലജൻസ്. 17. 18 എന്താണ്,
ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങളാണ് ഇത് 18. അപ്പൊ ചാൽക്കജൻസ് ആണ്, കാൽക്കജൻസ് അല്ല. ഏതാണ്? ഗ്രൂപ്പ് 16 ഓക്സിജൻ കുടുംബമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉള്ളത്? ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞാണ് ഉപഷെല്ലുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് ആണ്. ഇവരെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ്? വളരെ ഈസിയാണ്. അങ്ങനെയാണ് എസ് രണ്ടു വട്ടം എഴുതുക. ഈ എസ് രണ്ടു വട്ടം നിങ്ങൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? പി എസ് രണ്ടു വട്ടം എഴുതുക. അപ്പൊ പി എസ്, പി എസ്. പിന്നെ എന്ത് ചെയ്യുക? ഡി പി എസ് രണ്ടു വട്ടം എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഡി പി എസ്, ഡി പി എസ് എന്ന് വരും. പിന്നെ എന്ത് ചെയ്യുക? എഫ് ഡി പി എസ് രണ്ടു വട്ടം എഴുതുക. എഫ് ഡി പി എസ്, എഫ് ഡി പി എസ്. അതിനുശേഷം എസ് ഒന്നാമത്തെ സബ്ഷനിലാണ്. അതുകൊണ്ട് എസിന്റെ വാല്യൂ 1 സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 1, 2, 3, 4, 5, 6 അങ്ങനെ എസിന് കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ കൊടുക്കുക കേട്ടോ. 7. ഇനി പി രണ്ടാമത്തെ സബ്ഷനിലാണ്. 2 സ്റ്റാർട്ട് ചെയ്യുക. 2, 3, 4, 5, 6, 7. ഡി മൂന്നാമത്തെ സബ്ഷനിലാണ്. 3 സ്റ്റാർട്ട് ചെയ്യുക. 3, 4, 5, 6. എഫ് നാലാമത്തെ സബ്ഷനിലാണ്. അപ്പൊ എന്ത് ചെയ്യുക? 4 സ്റ്റാർട്ട് ചെയ്യുക. 4, 5. നമ്മുടെ ഓർഡർ വരുന്നത് എങ്ങനെയാണ്? 1s, 2s, 2p, 3s, 3p, 4s, 3d. അതായത് 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. 3dക്കാണ് ഊർജ്ജം കൂടുതൽ. ഓപ്ഷൻ എ ആണ്. ഇനി ബയോളജിയിലെ ചോദ്യങ്ങളാണ്. ബേർഡ് ഐ ചില്ലി ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്തത്? ഏതാണ്? മിസോറാം ആണ്. യുഎസിലേക്കാണ് കയറ്റുമതി ചെയ്തത്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ആണെന്ത്? ഡോട്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ലോക അൾഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 21 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏതാണ്? 2,4-D ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജേക്കബ്സൺ ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗന്ധമാണ്. ഓപ്ഷൻ ബി. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ ലിനേസ് ആണ്. ഓപ്ഷൻ ബി ആണ്. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവമാണ് എന്നത് പ്ലിയോട്രോപ്പിസം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഇവിടെ നടന്ന LPST എക്സാമിന് ചോദിച്ചത്.